മൈൻഡ് വിഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിനെ പവർഫുൾ ആക്കാൻ കഴിയുന്ന 5 വിറ്റാമിനുകൾ. അപ്പോൾ ശരീരത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ വിറ്റാമിനുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. നമ്മുടെ പൂർണ്ണ ആരോഗ്യത്തിന്, ശരീരത്തിന്റെ ആരോഗ്യത്തിന് തീർച്ചയായിട്ടും വിറ്റാമിനുകളും മിനറൽസും ഒക്കെ വേണം. അത് നമ്മൾ ആഹാരത്തിലൂടെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ സപ്ലിമെന്റ്സ് കഴിക്കും. പക്ഷെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന വിറ്റാമിനുകൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തേത് വിറ്റാമിൻ എൽ. വിറ്റാമിൻ എൽ എന്ന് പറഞ്ഞാൽ ലവ് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് എൽ. അപ്പോൾ സ്നേഹം. നമ്മുടെ വയറിന്, ശരീരത്തിന് ആഹാരം എത്രമാത്രം ആവശ്യമുണ്ടോ അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിനാണ് ലവ് എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ശക്തിക്കും മനസ്സിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും മെൻ്റൽ ഹെൽത്തിനും ഒക്കെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് സ്നേഹം. അപ്പോൾ സ്നേഹം കിട്ടുമ്പോഴും സ്നേഹം കൊടുക്കുമ്പോഴും നമ്മുടെ എനർജി കൂടും, മനസ്സ് നല്ല ശക്തിമത്താവും. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് പന്തെറിയുന്ന പോലെ എന്ന് പറയും. അങ്ങോട്ട് എറിയുന്ന എത്രമാത്രം ഫോഴ്സിലാണോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്, അതേ ഫോഴ്സിൽ തിരിച്ചു വരും. ഇപ്പം പന്ത് ഭിത്തിയിലോട്ട് എറിയുമ്പോൾ നമ്മൾ ഫോഴ്സിൽ എറിയുമ്പോൾ ഫോഴ്സിൽ തിരിച്ചു വരും. അതേപോലെ സ്നേഹവും അങ്ങനെയാണ്. നമ്മൾ ശക്തിമത്തായിട്ട് ഏറ്റവും അധികം സ്നേഹം കൊടുക്കുമ്പോൾ അതുപോലെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചു കിട്ടും. അപ്പോൾ എത്രയധികം സ്നേഹം നമുക്ക് കിട്ടുന്നു അതനുസരിച്ച് നമ്മുടെ മനസ്സിൻ്റെ പവർ കൂടും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റാമിൻ. രണ്ടാമത്തെ പറയുന്നത് വിറ്റാമിൻ എഫ് ആണ്. ഫ്രണ്ട്സ് എന്നുള്ളതിൻ്റെ ആദ്യ അക്ഷരമാണ് എഫ്. അപ്പോൾ വിറ്റാമിൻ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനെ ഉദ്ദേശിച്ചാണ്. സുഹൃത്തുക്കൾ. ഇത് നമ്മുടെ മനസ്സിന് ശക്തി തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എത്രമാത്രം ഫ്രണ്ട്സ് ഉണ്ട്, ഇൻറ്റിമേറ്റായ, സിൻസിയർ ആയിട്ടുള്ള. അപ്പോൾ ആത്മാർത്ഥതയുള്ള ഫ്രണ്ട്സ് നമ്മുടെ മനസ്സിൻ്റെ പവർ കൂട്ടും. നമ്മളെ ഏത് കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് ഏത് കാര്യത്തിനും സഹായം ചെയ്യുന്ന, എന്തിനും നമുക്കൊരു സപ്പോർട്ടും തരുന്ന ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് പവർ കൂട്ടുന്ന രണ്ടാമത്തെ ഫാക്ടറാണ്. അടുത്തത് വിറ്റാമിൻ കെ ആണ്. നോളജ്, അറിവ്. അപ്പോൾ ഒരാളുടെ മനസ്സിന് എത്രമാത്രം പവർ ഉണ്ടെന്നുള്ളത് അയാൾക്ക് എത്രമാത്രം നോളജ് ഉണ്ട്, അറിവുണ്ട്. അറിവ് കൂടുന്നതനുസരിച്ച് മനസ്സിൻ്റെ പവറും കൂടിക്കൊണ്ടിരിക്കും. അത് റീഡിങ്ങിലൂടെ, ബുക്സ് റീഡ് ചെയ്യുന്നതിലൂടെ, മറ്റ് സോഷ്യൽ മീഡിയ വഴി കിട്ടുന്നത്, പത്രത്തിലൂടെ കിട്ടുന്നത്, വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്നത്, അറിവ് എങ്ങനെ കിട്ടിയാലും മതി, നമ്മുടെ പവർ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരാളുടെ മനസ്സിനെ പവർഫുൾ ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിറ്റാമിൻ തന്നെയാണ് ഈ നോളജ് എന്ന് പറയുന്നത്. നോളജ് കുറയുമ്പോൾ മനസ്സിൻ്റെ പവർ കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം. എത്രമാത്രം അറിവുകൾ ഏതൊക്കെ ഭാഗത്തുനിന്ന്, അത് ഏത് തരത്തിലുള്ള അറിവായാലും മതി, നമുക്ക് മനസ്സിൻ്റെ പവർ കൂടും. അടുത്തത് വിറ്റാമിൻ ഇ ആണ്. എക്സ്പീരിയൻസ്. ഇതും വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ്. ഒരാളുടെ മനസ്സ് ശക്തമായി വരുന്നത് അയാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് മനസ്സിൽ നിറയുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെയും റെക്കോർഡ് നമ്മുടെ മനസ്സിലുണ്ടാവും, നമ്മുടെ ബ്രെയിനിനകത്ത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ എക്സ്പീരിയൻസ് കൂടുന്തോറും, അത് പ്രയാസമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, അതെല്ലാം കൂടുതൽ മനസ്സിനെ പവർഫുൾ ആക്കും. അപ്പോൾ ഒരാളുടെ മനസ്സിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അയാൾ എത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു, എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, എത്രമാത്രം ബുദ്ധിമുട്ടുകളെ നേരിടുന്നു. അങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ലൈഫ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ജീവിതം കയറ്റങ്ങളും ഇറക്കങ്ങളും നിറഞ്ഞതാണ്. കയറ്റം മാത്രമല്ല, എല്ലാവരുടെയും ജീവിതത്തിൽ കയറ്റങ്ങളും ഉണ്ടാവും, ഇറക്കങ്ങളും ഉണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. അപ്പം ഇതിൻ്റെ മുമ്പിൽ ഭയന്ന് പോകാതെ നമ്മളത് ഓവർകം ചെയ്യുക. ഇതാണ് എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസ് എല്ലാം നമ്മുടെ മനസ്സിൽ റെക്കോർഡ് ചെയ്ത് മനസ്സിനെ ശക്തിമത്താക്കി കൂടുതൽ ശക്തിയാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അപ്പോൾ എക്സ്പീരിയൻസ് എത്രമാത്രം ഉണ്ടോ അതനുസരിച്ച് നമ്മുടെ മനസ്സിൻ്റെ പവർ കൂടും. അടുത്ത 5ാമത്തെ വിറ്റാമിൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ലീപ്പ്, ഉറക്കം. അപ്പോൾ ഒരാളുടെ ഉറക്കം എന്ന് പറയുന്നത് അവരുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ പ്രചാരമായപ്പോൾ ഉറക്കം പലർക്കും നഷ്ടപ്പെടുന്നുണ്ട്. ശരിയായ രീതി ഉറക്കം കിട്ടുന്നില്ല. അപ്പോൾ ഒരു 8 മണിക്കൂർ ഉറങ്ങണം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ കുറഞ്ഞു പോകും. കാരണം കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിലും മറ്റേ ആക്ടിവിറ്റിയിലും എൻഗേജ് ആയിരുന്നു ഉറക്കം കളയും. പക്ഷെ ഉറക്കത്തെ ഒരു തരത്തിലും കോംപ്രമൈസ് പാടില്ല. നമ്മുടെ ഓർമ്മശക്തി, നമ്മുടെ ബുദ്ധിശക്തി, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ്, നമ്മുടെ തീരുമാനം എടുക്കാനുള്ള കഴിവ്, അങ്ങനെ മനസ്സിൻ്റെ എല്ലാ ആസ്പെക്റ്റും ഫുൾ പവറിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായ ഉറക്കം കിട്ടണം. ഉറക്കത്തിലാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറ്റി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായ ഓർമ്മശക്തി, അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും, നമ്മുടെ മനസ്സിന് കൃത്യമായ തിങ്കിങ് പവർ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ എല്ലാം കിട്ടുന്നത് ഓരോ ദിവസവും ഉറക്കത്തിൽ. അതുപോലെ തലച്ചോറിനകത്തുള്ള ടോക്സിൻസ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് മെൻ്റൽ ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനായിട്ട്, തലച്ചോറിന് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാതെ ഓരോ ദിവസവുമുള്ള ടോക്സിൻസിനെ എല്ലാം റിമൂവ് ചെയ്യുന്നത് ഉറക്കത്തിലാണ്. അപ്പോൾ ഉറക്കത്തിലാണ് നമുക്ക് നമ്മുടെ ജീവശക്തി തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വ്യയം ചെയ്യുന്ന ജീവശക്തിയെ മനസ്സ് തിരിച്ചു പിടിക്കുന്നത് ഉറക്കത്തിലാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഉറക്കം, ശരിയായ ഉറക്കമാണ് മനസ്സിൻ്റെ ശക്തി നിലനിർത്തുന്നതിനും കൂടുതൽ പവർഫുൾ ആക്കുന്നതിനുള്ള മറ്റൊരു വിറ്റാമിൻ. ഈ 5 വിറ്റാമിനുകൾ നമുക്ക് ശരിയായ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഒരു പവർഫുൾ മൈൻഡ് നിലനിർത്താൻ കഴിയും. അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. തീർച്ചയായിട്ടും മറുപടി നൽകും. വീണ്ടും അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.